ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി. SFI സ്ഥാനാർത്ഥിക്ക് വേണ്ടി തലയോലപ്പറമ്പ് DB കോളേജിലെ പ്രിൻസിപ്പൽ വോട്ട് ചോദിച്ചതായി പരാതി. തൃശൂർ ലോ കോളേജിലെ സ്ഥാനാർത്ഥിക്കായാണ് വോട്ട് ചോദിച്ചത്. നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കേണ്ട പ്രിൻസിപ്പൽ SFIയുടെ അടിമയായി എന്നാണ് ABVP ആരോപിക്കുന്നത്. കോളേജിലെ പ്രിൻസിപ്പൽ MG യൂണിവേഴ്സിറ്റി മുൻ സിൻഡിക്കേറ്റ് മെമ്പറുമായ ഡോക്ടർ അനിതയാണ് ഞാൻ. തൃശൂർ ലോ കോളേജിൽ ചെയർപേഴ്സൺ കാൻഡിഡേറ്റായി കീർത്തന MS മത്സരിക്കുന്നു. ഞങ്ങളുടെ കോളേജിൽ 3 വർഷം പൊളിറ്റിക്സ് ബിരുദ വിദ്യാർത്ഥി പഠിച്ച വ്യക്തിയാണ്. അന്ന് കോളേജിൽ ജനറൽ സെക്രട്ടറിയായും MG യൂണിവേഴ്സിറ്റി യൂണിയൻ കൌൺസിലറായും യൂണിവേഴ്സിറ്റി അക്കൌണ്ട്സ് കമ്മിറ്റി മെമ്പറായും ഒക്കെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ച വ്യക്തിയാണ്. കീർത്തനയ്ക്ക് വാർത്തയുടെ വിശദാംശങ്ങളുമായി G ശ്രീജിത്താണ് ചേരുന്നത്. ശ്രീജിത്ത്, AI കാലഘട്ടമാണ്, അതുകൊണ്ട് ഇത്തരം ദൃശ്യങ്ങളുടെയൊക്കെ ആധികാരികത അറിയേണ്ടതുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിലുള്ള ഒരു വീഡിയോ ആണ് എങ്കിൽ ഇവർ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോടുള്ള ഈ പ്രിൻസിപ്പലിൻ്റെ സമീപനം എന്താകും എന്നതുപോലും അങ്ങേയറ്റം ചർച്ച ചെയ്യപ്പെടേണ്ട സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത്. അഭിലാഷ, തീർച്ചയായും രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥികൾ ഇറങ്ങാറുണ്ട്. അധ്യാപകർ അവരുടെ നിലയിലൊക്കെ രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ പ്രവർത്തനവും ഒക്കെ നടത്താറുണ്ട്. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വേണ്ടി അതിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് ഒരു അധ്യാപിക, ഒരു പ്രിൻസിപ്പൽ തന്നെ ഇറങ്ങുന്നു എന്നുള്ളതാണ് ഫലത്തിൽ ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത. തലയോലപ്പറമ്പ് DB കോളേജിലെ അധ്യാപികയാണ്. MG യൂണിവേഴ്സിറ്റിയുടെ മുൻ സിൻഡിക്കേറ്റ് മെമ്പറാണ് അനിത. അവിടെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന, നേരത്തെ SFIയുടെ പാനൽ വിജയിച്ച് ജനറൽ സെക്രട്ടറി ആയിരുന്ന കീർത്തനയ്ക്ക് വേണ്ടിയാണ്. കീർത്തന ഇപ്പോൾ തൃശൂർ ലോ കോളേജിൽ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ്. കീർത്തനയുടെ വോട്ടഭ്യർത്ഥനയും ഈ അനിതയുടെ വീഡിയോയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഈ അനിത തന്നെ, പ്രിൻസിപ്പൽ തന്നെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് താൻ പ്രിൻസിപ്പളാണ്, ഈ കീർത്തന നന്നായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, എല്ലാ ആശംസകളാണ് ഫലത്തിൽ നേരുന്നത്. പക്ഷെ അതും ഒരു നന്നായി പ്രവർത്തിക്കുന്ന ആളാണ് എന്ന തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു കാണേണ്ടത്. ABVP ആണ് ഇതിൽ പരാതിയുമായി രംഗത്ത് വന്നത്. സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് ചാൻസലർക്ക്, അതായത് ഗവർണർക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി കൈമാറിയിട്ടുണ്ട് എന്നാണ് ABVP ഇപ്പോൾ അറിയിക്കുന്നത്. തീർച്ചയായും നിഷ്പക്ഷരായി ഇത്തരം സംവിധാനങ്ങളൊക്കെ നടത്തേണ്ട ആളുകളാണ് അധ്യാപകർ. അവർ തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്ത് അറിഞ്ഞോ അറിയാതെയോ, ഇനിയിപ്പം അറിയാതെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഈ വീഡിയോ നേരത്തെ അഭിലാഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ അത് പൂർണ്ണമായും ശരിയാണ് എങ്കിൽ അത് ഗുരുതരമായ ഒരു വീഴ്ചയായിട്ട് തന്നെ വിലയിരുത്തേണ്ടി വരും. എന്തായാലും MG യൂണിവേഴ്സിറ്റി കീഴിലാണ് ഇപ്പോൾ ഈ അധ്യാപിക പ്രവർത്തിക്കുന്നത്. ലോ കോളേജ് മറ്റൊരു യൂണിവേഴ്സിറ്റി കീഴിലാണ്. എന്നിരുന്നാൽ തന്നെയും ഇത് ശരിയല്ല എന്നാണ്. അതാണ്, അധ്യാപകർ ഏറ്റവും മൂല്യമുള്ള ഒരു ജോലിയാണ് അവർ ചെയ്യുന്നത്. ആ മൂല്യത്തിന് നിരക്കുന്ന പ്രവൃത്തി തന്നെയാണ്. അവരുടെ രാഷ്ട്രീയമോ ജാതിയോ മതമോ വിശ്വാസമോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ആ മൂല്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന പ്രവൃത്തി ഒരു അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ന്യൂസ് at 9 പൂർണ്ണമാകുന്നു. നമസ്കാരം.